കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നിന്റെ ഹൃദയമിടിപ്പുകൾ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാകട്ടെ. നമ്മൾ അറിയുന്ന പോലുമില്ല നമ്മുടെ ഹൃദയമിടിപ്പുകൾ, ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷേ നമ്മുടെ മൂവ്മെന്റ്, നമ്മുടെ അനുദിന യാത്രകൾ, നമ്മുടെ പെരുമാറ്റ രീതികൾ, നമ്മളായിരിക്കുന്ന കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇടങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടിയിട്ടാണ് ഇടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മഗ്ദലേന മറിയം യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തതിന്റെ 3-ാം ദിവസം പ്രഭാതമായപ്പോൾ, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, അവൾ കല്ലറയെങ്കിലേക്ക് ഓടി. അവളുടെ ശരീരം അവിടെ എത്തി. ഒരു സ്ത്രീയും ചെയ്യാത്ത കാര്യമാണ്. നേരം വെളുക്കുന്നതിന് മുമ്പേ അവൾ കർത്താവിൻ്റെ കല്ലറയെങ്കിലേക്ക് ഓടി. കാരണം ആ ദിവസങ്ങളിൽ മുഴുവനും അവളുടെ ഹൃദയം കർത്താവിൽ കേന്ദ്രീകൃതമായിരുന്നു. നിരന്തരം അവൾ ആലോചിച്ചുകൊണ്ടിരുന്ന യേശുവിനെ കുറിച്ചാണ്, ചിന്തിച്ചുകൊണ്ടിരുന്ന യേശുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പേ അവൾ ഓടി, ശരീരം അങ്ങോട്ടെത്തി. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ഒക്കെ എവിടെയാണോ, നമ്മളറിയാതെ നമ്മുടെ ശരീരം അവിടെ എത്തും. അതുകൊണ്ടാണ് ഇന്ന് അനേകര് പാപചിന്തകൾ മനസ്സിൽ താലോലിക്കുമ്പോൾ, അവിശുദ്ധ ചിന്തകൾ മനസ്സിൽ നിരന്തരം താലോലിക്കുമ്പോൾ, നിരാശ ചിന്തകൾ നിരന്തരം താലോലിക്കുമ്പോൾ അതിന് തത്തുല്യമായ പ്രവൃത്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിശുദ്ധ പ്രവൃത്തികളിലേക്കും ആത്മഹത്യാ ചിന്തകളിലേക്കും ഒക്കെ, പ്രവണതകളിലേക്കും പെരുമാറ്റത്തിലേക്കും ഒക്കെ പോകുന്നതിന്റെ കാരണം നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളായി പരിണമിക്കുന്നതാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്, ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. അപ്പൊ കർത്താവിനെ സ്നേഹിക്കാനുള്ള ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നീ ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി നീ ചിന്തിക്കാൻ തുടങ്ങണം. ഇപ്പൊ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങണം. എന്നെ കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഈ ചെറിയ ജീവിത കാലഘട്ടത്തിൽ എനിക്കെന്ത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. അല്ലാതെ നിരന്തരം എനിക്കെന്ത് ഈശോ തരാൻ പറ്റും, എനിക്ക് വേണ്ടി ഈശോ എന്ത് തരാൻ പറ്റും, എനിക്ക് ഈശോയിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരായി നമ്മൾ മാറരുത്. കാരണം യേശു തനിക്ക് സ്വന്തമായിട്ടുള്ള തൻ്റെ ജീവൻ തന്നെ പൂർണ്ണതയിൽ നമുക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞവനാണ്. ഇനി നമ്മൾ ഊറ്റി കുടിക്കാൻ എന്നാ ഉള്ളേ? അവസാനത്തുള്ള രക്തവും നമ്മൾ അവനിൽ നിന്ന് ഊറ്റിയെടുത്തില്ലേ? എന്നിട്ട് ഇനി എന്നാ കിട്ടുന്ന ഓരോ പ്രാവശ്യം കർത്താവിന് മുമ്പിൽ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വജീവൻ എനിക്കായി തന്നവന് വേണ്ടി എനിക്കിനി എന്നാ ചെയ്യാൻ പറ്റും എന്നല്ലേ ചിന്തിക്കണ്ടേ? എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റും. എത്ര നാളിനി എൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ പ്രതീക്ഷിച്ച അത്രോളൊന്നും എൻ്റെ ജീവിതം നീളുമെന്ന് തോന്നുന്നില്ല. അപ്പോ എൻ്റെ ശേഷിക്കുന്ന ജീവിതം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, അതിനുവേണ്ടി എൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങിയ. ലോകത്തിന് വേണ്ടി, ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ തരുന്ന അംഗീകാരത്തിന്, സ്നേഹത്തിന് വേണ്ടി അല്ലേ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുടിക്കുമ്പോഴും, മക്കളെ, കർത്താവിന് വേണ്ടി ഇനി എന്നാ നമ്മുടെ ഹൃദയം തുടിക്കുന്നേ? നമുക്ക് വേണ്ടി ഒരു ജീവിതം തന്നെ ബലിയായി ഹോമിച്ചവന് വേണ്ടി, ആ സ്നേഹത്തിന് വേണ്ടി ഇനി എന്നാ നമ്മുടെ ഹൃദയം തുടിക്കുന്നേ? തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് വേണ്ടി, നിനക്ക് വേണ്ടി തുടിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ സ്നേഹത്തെ പ്രതി ഏതറ്റം വരെ പോകാൻ കരുത്തെടുക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. ആ സ്നേഹത്തിന് വേണ്ടി നിരന്തരം സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ആ സ്നേഹത്തിൽ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ഹൃദയമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ആ സ്നേഹത്തിന് വേണ്ടി നിരന്തരം കൊതിക്കുന്ന ഒരു ഹൃദയം. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ ആഗ്രഹിച്ച് ദാഹിക്കുന്നു.
തളരുന്നു. തമ്പുരാനെ, നിന്റെ ആലയത്തിൽ നിന്നോട് ചേർന്നിരിക്കാൻ, നിന്നോട് ഐക്യപ്പെട്ടിരിക്കാൻ, നിന്നിൽ ജീവിക്കാനുള്ള ഒരു ദാഹം, ഒരാഗ്രഹം ഞങ്ങൾക്ക് തരണമേ. കാരണം സങ്കീർത്തകൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തിയുടെ സ്രോതസ് അങ്ങാണ്. കർത്താവ്, അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തിയുടെ സ്രോതസ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന കർത്താവിനെ കാണാം. ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിലും ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിലും ഞങ്ങളുടെ തിരസ്കരണ അനുഭവങ്ങളിലും ഞങ്ങളുടെ മുറിവേറ്റ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഞങ്ങളുടെ ഇന്നലകളുടെ ഓർമ്മകളിൽ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന കുത്തുവാക്കുകൾ എല്ലാറ്റിൻ്റെയും നടുവിൽ പിടിച്ചു നിൽക്കാൻ മക്കളെ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയമാകണം. ലോകത്തിന്റെ സ്നേഹവും അംഗീകാരത്തിനൊക്കെ വേണ്ടി ഹൃദയം തുടിക്കുന്നല്ലേ, അത് കിട്ടാതെ പോകുമ്പോൾ ഹൃദയം ഇത്ര ഭാരപ്പെടുന്നത്, ഇത്ര അസ്വസ്ഥപ്പെടുന്നത്, ഇത്രയും അങ്ങോട്ട് സങ്കടപ്പെടുന്നത്, ഇത്ര കണ്ടങ്ങ് പരാതി പറയുന്നതിന് കാരണം നിന്റെ ഹൃദയം ലോകത്തിൽ ഉടക്കി കിടക്കുന്നത് കൊണ്ടല്ലേ. ലൗകികമായ നേട്ടത്തിനും മനുഷ്യൻ തരുന്ന അംഗീകാരത്തിനും സ്നേഹത്തിനും നല്ല വാക്കുകൾക്കും വേണ്ടി നിന്റെ ഹൃദയം ഉടക്കിക്കിടക്കുന്നത് കൊണ്ടല്ലേ. അവരത് തരാതെ പോകുമ്പോൾ, ലോകം നിനക്കത് തരാതെ പോകുമ്പോൾ, നീ ആഗ്രഹിച്ചത് ലോകത്തിൽ നിന്ന് കിട്ടാതെ പോരുമ്പോൾ നിന്റെ ഹൃദയം ഭാരപ്പെടുന്നതും പിറുപിറുക്കുന്നതും അസ്വസ്ഥതയുടെ കടന്നു പോകുന്നതിന് കാരണം അമിത പ്രതീക്ഷ ഈ ലോകത്തിൽ അർപ്പിച്ചത് കൊണ്ടല്ലേ. കർത്താവിന് കൊടുക്കും നിന്റെ പ്രതീക്ഷകള്, നിന്റെ പ്രത്യാശയും നിന്റെ സ്നേഹവും നിന്റെ ശക്തിയുടെ സ്രോതസ്സും കർത്താവാണെന്ന് വിശ്വസിക്കുക. കരളീശയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതം, നിന്റെ ഹൃദയം, നിന്റെ ചിന്തകൾ, നിന്റെ മനോഭാവങ്ങൾ എല്ലാം കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, നിന്നെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ജലാശയം തേടിപ്പോകുന്ന ഒരു മാൻപേടയെ പോലെ കർത്താവേ, നിനക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോവേ, ആരാധന, 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 ആരാധന. സ്വന്തമാണെന്ന് കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു. സ്വന്തമാണെന്ന് കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു. പിന്തിരിഞ്ഞൊരു നാളും നോക്കില്ല ഞാൻ, പൂർണ്ണമായി എന്നെ നൽകിയതല്ലേ. ഇനിയുള്ള ജീവിതം നിനക്കല്ലേ, ഞാൻ നിന്റേതല്ലേ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. മനസ്സിൽ സൂക്ഷിക്കുന്ന നിയോഗങ്ങൾ, നിങ്ങൾ ഈ ആരാധനയ്ക്ക് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ, അതെല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ.